അച്ഛാ അച്ഛോ അച്ഛേ അച്ഛോ വാ എന്താ ഇവിടെ ഇരിക്ക്. ഇവിടെ ഇരിക്ക്. അവിടെ ഇരിക്കാൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ. വിശേഷം സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ വരുന്ന ശനിയാഴ്ചയെ സിദ്ധുവിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. സിദ്ധുന്റെ അച്ഛന്റെ പിറന്നാളാണ്. അപ്പൊ നമ്മളടുത്ത് പോവാൻ പറഞ്ഞു ഈ വരുന്ന ശനിയാഴ്ച. പക്ഷെ അവിടുത്തെ അച്ഛന് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പരിപാടിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് നല്ലതാ. എന്ത് ബർത്ത്ഡേ ആഘോഷിക്കാതിരിക്കണതാ? അതല്ല, ചിലർക്ക് ഈ ആഘോഷിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ആഘോഷിക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷെ അവിടെ സിദ്ധുവിന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിദ്ധുവിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ. അതല്ല അച്ഛാ, സിദ്ധു എന്നെയും അവിടുത്തെ അമ്മേനെയും വിളിച്ച് പറഞ്ഞു ബർത്ത്ഡേ ആഘോഷിക്കണ കാര്യം. ചായ നിലവേ, ഞാനും എഞ്ചിനീയറും കൂടെ എഞ്ചിനീയറിന്റെ ബന്ധുവിന്റെ വീടുണ്ട് പാലക്കാട്. അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അവിടെ ഒരു വീട് വയ്ക്കണം. ഞാൻ അങ്ങോട്ട് പോകും. എപ്പോ പോവും? ഞാൻ ഉച്ചകഴിഞ്ഞ് പോകും. ചിലപ്പോ 5 മണിക്ക് ശേഷം പോകും. രാവിലെ തിരിച്ചു വരും. അച്ഛേ ഈ കുഴപ്പത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നില്ലേ? ചേട്ടാച്ചാ, സിദ്ധു എന്നെ വിളിച്ച് പറഞ്ഞു. അത് ഞാൻ കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ വരുന്ന ശനിയാഴ്ച കുഴിപ്പുറത്ത് പോവാം. അയ്യോ, ശനിയാഴ്ച എനിക്ക് ഓഫീസിൽ പോകണ്ട വാലു. അമ്മ ഓഫീസിൽ പൊക്കോ, ഹാഫ് ഡേ ഇവിടുത്തെ പോരെ. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ശനിയാഴ്ച അങ്ങോട്ട് പോവാം, കുഴിപ്പുറത്തോട്ട് പോവാം. ആലോചിച്ചോക്കാം. ചേച്ചി, ശനിയാഴ്ച കുഴിപ്പുറത്ത് പോണ കാര്യമാണോ? യെസ്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവരും കൂടെ പോവാം. അതാകുമ്പോ അവർക്കൊരു സന്തോഷമാകുമല്ലോ. സാറേ, ഞാൻ ആലോചിച്ചിട്ട് സൈറ്റിലെത്താം. സാറോട് എത്തിയാൽ മതി. അപ്പൊ പിന്നെ അവിടുന്ന് പോകാമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഓഫീസിലോട്ട് വരാം. ശരി സാർ, ഓക്കെ. അല്ല, എന്തായാലും ഞാൻ മതി എടുക്കാട്ടാ. ഉച്ചയ്ക്ക് ശേഷമല്ലേ, പിന്നെ അച്ഛൻ വരണ്ടെന്ന് പോയി. അച്ഛാ, അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം അങ്ങോട്ടേക്ക് എത്തില്ലേ? നന്നായി. ശനിയാഴ്ചയല്ലേ, കണക്ക് നിൽക്കുന്ന ദിവസമാണ്. എനിക്ക് ഉപകരിക്കാൻ പറ്റില്ല. അതെങ്ങനെ ബാലു? ബാലു വരാതെ എങ്ങനെയാ? അവിടെ ചെല്ലുമ്പോൾ അവര് ചോദിക്കില്ലേ ചേട്ടനും ചേച്ചി എല്ലാം ബാലുവിനെ ആയിരിക്കും തിരക്കുക. ചോദിക്കുമ്പോൾ മന്ദിരെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അല്ല, ഈ സൈറ്റിലെ കാര്യം ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചാ പോരെ? നീലേ, ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം ഇറങ്ങും. അത്യാവശ്യം ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വയ്ക്കും. ചിലപ്പോൾ നാളെ വരാൻ പറ്റില്ലെങ്കിലോ? അച്ഛേ, എങ്ങനെയെങ്കിലും പോണ കേട്ടാ ശനിയാഴ്ച. ഇതാവുന്ന പോടെ. ബർത്ത്ഡേ വരും പോകും. അതുപോലെയല്ല ജോലിക്കാരെ മുടക്കാൻ പറ്റൂല. ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദിവസങ്ങൾ പോയി. ഇനി നടക്കൂല. കുറേ ദിവസങ്ങൾക്ക് ശേഷം എല്ലാവർക്കും കൂടി ഒരുമിച്ച് എവിടെയെങ്കിലും പോകാൻ പറ്റിയൊരു അവസരമാണ്. നീലേ, നീ ഇന്നലെ രാത്രി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? ഉച്ചവരെ സമയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറ, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. നവാസേ, പറ. അമ്മ, അച്ഛൻ ശനിയാഴ്ചത്തെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ലക്ഷണം കണ്ടിട്ട് അച്ഛൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറയാ, ഞാൻ വരില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വന്നേനെ. എന്തേ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു. അതൊന്നുമല്ല. ശനിയാഴ്ച എന്തായാലും എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്വഭാവം മാറും. ശനിയാഴ്ചത്തെ കാര്യമല്ലേ ലച്ചു? അത് അന്നേരം നോക്കിയാ പോരെ. ഞാൻ അതിന്റെ പേരിൽ ഇപ്പോഴേ വെള്ളം തുടങ്ങിക്കോ. കിട്ടാ മതി. ചേച്ചി, ആരില്ലെങ്കിലും ഞാൻ കാണും. ഇന്ന് പോടേക്കെ എന്നെ കാർക്ക് വേണം. ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് പോണേ. ജംഗ്ഷനിൽ പോണില്ല. ഇന്ന് ഉച്ചക്ക് അച്ഛൻ പാലക്കാട് വരും. ഇന്ന് നാളെ വരും. പേടിക്കണ്ട, അച്ഛൻ പോയിട്ട് വരുമ്പോഴേ നമുക്ക് കഴിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. അച്ഛാ, അച്ഛൻ ഇന്ന് രാത്രി സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറയാഞ്ഞേ? സാധാരണ സിദ്ധുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമല്ലോ. അപ്പോൾ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ഇതെന്തോന്ന് സിദ്ധു വിളിക്കുമ്പോഴേ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോ? അങ്ങനെ നിയമമുണ്ടോ? അല്ല, അങ്ങനെ നിയമമൊന്നുമില്ല. സിദ്ധു ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് ശനിയാഴ്ചത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോ. പറഞ്ഞായിരുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പൊ സംസാരിച്ചപ്പോ അച്ഛാ കാര്യം പറഞ്ഞില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു സംഭവം നിർത്തി. അച്ഛനപ്പോ ശനിയാഴ്ച കുഴിപ്പളത്ത് വരുമോ? ശനിയാഴ്ച എനിക്ക് വേറെ ജോലിയുണ്ട്. എന്നാലും ഞാൻ വരും. വന്ന് ചിലപ്പോൾ സമയമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ഉച്ചയ്ക്കായിരിക്കും, വൈകിട്ടായിരിക്കും, ചിലപ്പോൾ 8 മണിക്ക് ശേഷമായിരിക്കും. വരും, തല കാണിക്കും, തിരിച്ചു വരും. അല്ല, സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് പോണല്ലേ നല്ലത്. അച്ഛാ, അതും ശരിയാട്ടാ. നമ്മൾ പോകുമ്പോഴേ എന്തായാലും ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോകണം. വീട്ടിൽ എന്തെങ്കിലും പറയാനുള്ള സാധനം മതി.
നിങ്ങളെല്ലാവരും ചേർന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യും. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചോ. എനിക്ക് വേണ്ടി സമയം കളയണ്ട. അച്ഛൻ എന്തിനാ വെച്ചാൽ ഒരുമാതിരി പിടിവാശി കാണിക്കുന്നേ? ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ പിടിവാശി കാണിക്കാൻ എന്ത് എനിക്ക് കാണിച്ചോളൂ. വെച്ചേ നിങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് നോക്കൂ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പോക്കോളാം. ആരെപ്പം പോയാലും കൊള്ളാം. ഞാൻ ഒറ്റയ്ക്കേ പോകുള്ളൂ. ഞാൻ പോകില്ലായിരുന്നു. പക്ഷെ എൻ്റെ കൊച്ചുണ്ടല്ല സിദ്ധു, അവൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോകുന്നു. അതെന്ത് വർത്താനം വെച്ചാ? സിദ്ധു എന്റെ ഭർത്താവായത് കൊണ്ടല്ലേ സിദ്ധു പറയുന്നൊക്കെ കാര്യം അച്ഛൻ കേൾക്കുന്നേ? സിദ്ധു നിന്റെ ഭർത്താവ് ആയതുകൊണ്ട് മാത്രമല്ല, അവനെ ഒരു മുരടൻ പയ്യനായിരുന്നെങ്കിൽ അവൻ പറഞ്ഞത് ഞാൻ കേൾക്കൂലായിരുന്നു. ഇതങ്ങനല്ല. അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അവൻ ചെയ്യും. അവൻ അങ്ങനെയാണ് അവരെ നോക്കണത്. അതുകൊണ്ടാണ് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നത്. ജനാർദ്ദനനെ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ആ മോൻ. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. അച്ഛാ അച്ഛാ എന്താടാ? ഒന്നുമില്ല അച്ഛാ. അല്ല അച്ഛ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ വരൂല്ലേ? എന്ത് നാളെ വരണ്ടേ? എന്താ അച്ഛ ഇപ്പൊ ഓരോരും ഇങ്ങനെ സംസാരിക്കണേ? ആന്ന് 2-3 ദിവസമായിട്ട് അച്ഛൻ സംസാരം ഞങ്ങൾക്ക് പിടിക്കുന്നില്ല കേട്ടച്ചാ. ഇങ്ങനെയൊക്കെയായിരുന്നു തുടക്കത്തിൽ സംസാരിക്കാനിരുന്നത്. ഞാനായിട്ട് വരുത്തി വെച്ചല്ല. അച്ഛാ ഞാനിവിടെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം അച്ഛനാണെന്ന് അച്ഛൻ നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഞാനും അച്ഛൻ തമ്മിൽ തെറ്റരുത്. തെറ്റ് കഴിഞ്ഞാ ഞാൻ കുഴിപ്പടത്തു. മക്കളെ നീ പോ. നീ നിന്റെ ജീവിതം നോക്ക്. ചുമ്മാ ഇവിടെ കിടന്ന് ഞെരുങ്ങുന്നതിന്. ഇവിടെയുള്ള എല്ലാം തലരിഞ്ഞ കൂട്ടങ്ങളാണ്. നെച്ച് ഇങ്ങോട്ടൊന്നും വന്നേ. ഞാൻ ഇങ്ങോട്ടും ഇല്ല കേട്ടോ. ഞാൻ ഇതുകൊണ്ടാണ് അമ്മയടുത്ത് പറഞ്ഞത് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പൊക്കാളാന്ന്. ഞാൻ പറയണ ഞാനില്ല. നിങ്ങൾ പൊക്കും ശരി. ആ മക്കളെ കട്ടൻ ചായട്. അമ്മയില്ലേ? ഉണ്ട്. ആ പിന്നെ പെട്ടെന്ന് കട്ടൻ ചായട്. ചുമ്മാ നട്ട കോല വളവളാത്ത സംസാരിക്കണോണ്ട് എനിക്ക് വരുത്തം പറ. ചേട്ടാ നമ്മള് ശനിയാഴ്ച പോകുമ്പോ എന്താ മേടിച്ചോണ്ട് പോണേ? നിങ്ങൾ എന്താ വാങ്ങിക്കൊണ്ടോ? ഞാനില്ല, ഞാൻ പറഞ്ഞില്ലേ.